കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് അത് എവിടെ പോയി? അതെനിക്ക് അറിയണല്ലോ. എന്റെ പൊന്ന് വി പി, എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞല്ലോ. അങ്ങനൊരു ഫയലിന്റെ കാര്യം വി പി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്താ വി പി? ഒന്നുമില്ല. ഒരു കാര്യം താനെ ഓർത്താൻ നല്ലത്. ചില കാര്യങ്ങളെ ഞാൻ മറന്നിട്ടുള്ളൂ. പക്ഷേ അതിന്റെ പേരിൽ ഞാനൊരു പൊട്ടനാണെന്നോ ഫൂളാണെന്നോ ആരും വിചാരിക്കരുത്. വി പി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ചിലതൊക്കെ ഞാനും ഓർമ്മപ്പെടുത്തണമല്ലോ. താനൊന്ന് മാറിയേ, ഞാൻ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കട്ടെ. വേണ്ട, വി പി പുറത്തേക്ക് പോയേ. ഇനി ഞാൻ വൃത്തിയാക്കിക്കോളാം. ഞാൻ വൃത്തിയാക്കാം. ചെല്ല്. എന്നാലത് എവിടെ പോയി? ഏതായാലും US പോകുന്നില്ല എന്നുള്ള ജോബിന്റെ തീരുമാനം ഒരു കണക്കിന് നല്ലതാണെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ ജോബിന് അവിടെയും മാള് ഇവിടെയായിട്ട് നിന്നാൽ ശരിയാവില്ലല്ലോ. ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു കംഫർട്ട് സോണിലായിട്ട് എബ്രോഡിലേക്ക് ട്രൈ ചെയ്യുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. അത് തന്നെ ഞാനും മനസ്സിൽ കണ്ടിരിക്കുന്ന. അത് മാത്രമല്ല, ഇനിയിപ്പം അമ്മയെ തനിച്ചാക്കി പോകുന്ന കാര്യം ഒന്നുകൂടി ആലോചിക്കുകയും വേണം. അതെ, അതും നേരാ. ടീച്ചറെ തനിച്ചാക്കി പോയാൽ ജോബിനൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. നീ എന്താ ലേറ്റായേ? ജോബിൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യാ. അവിടെ വി പി അങ്കിളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. നേരത്തെ പോണെന്ന് പറഞ്ഞിട്ടും അങ്കിള് സമ്മതിച്ചില്ല. വിജയങ്ങളിപ്പോ എങ്ങനെയുണ്ട്? അപ്പുവിന്റെ കാര്യം വല്ലത് പറഞ്ഞോ? ഇല്ല, ഇതുവരെ ഓരോന്നും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ആന്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളൊരു ടെൻഷൻ ആന്റിക്കുണ്ട്. അതുകൊണ്ടാവും മമ്മിയോട് ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ആന്റി പറഞ്ഞത്. താൻ പോയി വേഗം റെഡിയായിട്ട് വാ. തന്നെ ആക്കിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോവാൻ. എന്താ മാളു, പോയി റെഡിയായി വേഗം വാ. ജോബിന് പോവാനുള്ളതല്ലേ? ഡോക്ടർ, ഒരു മിനിറ്റ് ഒന്ന് വരൂ. എന്തിനാവും ജോബിനെ അവള് വിളിച്ചത്? ഇനി പോകുന്നില്ലെന്നങ്ങനെ പറയാനാണോ? ഏയ്, അതിനൊന്നും ആവില്ല. ജോബിന് വിളിക്കാൻ വരുന്ന കാര്യം ഞാൻ നേരത്തെ അവളോട് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ VPയുടെ അപ്പുവിന്റെ കാര്യം വല്ലതും പറയാനായിരിക്കും. പെട്ടെന്ന് എന്താ എനിക്ക് ഇങ്ങനൊരു മനമാറ്റം എന്നാവും താൻ ആലോചിക്കുന്നതല്ലേ? മുരളിയങ്കിള് തന്നോടൊന്നും പറഞ്ഞില്ലേ? ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. അച്ഛൻ പറഞ്ഞു. അപ്പം മുതല് ഞാൻ ഡോക്ടറുടെ ഒരു എൻട്രി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. സോറി, നേരത്തെ വരണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കുകൾ, പിന്നെ USA പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ച എൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ്. ആ പ്രപ്പോസൽ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി വേണമെങ്കിലും അത് റീഓപ്പൺ ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് ശ്രമിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. റീഷെഡ്യൂൾ ചെയ്യാനുള്ള സാധ്യതയ്ക്ക് ഇനിയുണ്ട്. പക്ഷേ ഞാനത് ഡ്രോപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. മെയിൻ റീസൺ തന്നെയും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതൊരു വിഷയമാക്കേണ്ട കാര്യമൊന്നുമല്ല. അല്ലെങ്കിലും ഈ അവസ്ഥയിൽ ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ലീവ് ഇറ്റ്. അതിനെക്കുറിച്ച് സംസാരിക്കാനല്ലല്ലോ ഞാൻ വന്നത്. തന്നെ കൊണ്ടുപോകാനാ. താൻ വേഗം റെഡിയാവുക, നമുക്ക് പോവാം. സോറി, അക്കാര്യത്തില് മുമ്പ് പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എനിക്കിപ്പോഴും. ആ വീട്ടിലേക്ക് വരാൻ എൻ്റെ മനസ്സിപ്പോഴും പാകപ്പെട്ടിട്ടില്ല. മളു, എന്തുകൊണ്ടാ താനിങ്ങനെ വാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിയാ, എനിക്ക് തന്നെ ഒരു സാഹചര്യത്തിൽ സംശയിക്കേണ്ടതായി വന്നു. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ താനും അതിനൊക്കെ കാരണക്കാരിയായിരുന്നു. ഒരു പരിധിവരെ മുരളി അങ്കിളും. ആ അരുൺ ഭാസ്കർ ഇങ്ങനൊരു ചീപ്പ് ട്രിക്ക് ഇറക്കുമെന്ന് മുരളി അങ്കിളിനെങ്കിലും എന്നോടൊന്ന് ഓപ്പണപ്പ് ആകാമായിരുന്നു. അച്ഛനെ അക്കാര്യത്തിൽ വെറുതെ ബ്ലെയിം ചെയ്യേണ്ട ഡോക്ടർ. രാത്രി മതിൽ ചാടിക്കടന്ന് മകളെ കാണാൻ വരുന്ന ഒരാളെ കുറിച്ച് അവളുടെ ഭർത്താവിനോട് പറയാൻ ഏതൊരച്ഛനും ലേശം ചളിപ്പ് തോന്നിയെന്നിരിക്കും. അതേ എൻ്റെ അച്ഛൻ്റെ ഭാഗത്തുനിന്നും പറ്റിയിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല ഡോക്ടറുടെ കാര്യം.
ഭാര്യയുടെ ജാരനെ പിടിക്കാൻ കള്ളം പറഞ്ഞ് അസമയത്ത് വീട്ടിൽ വന്ന് കയറുക, രാത്രിയിലെ ജാരനെ തിരഞ്ഞ് ഉറക്കമുളച്ചിരിക്കുക, ഭാര്യ അറിയാതെ അവളെ ഫോളോ ചെയ്യുക, രാത്രിയിൽ ഒരേ കിടക്കയിൽ ഉറങ്ങുമ്പോഴും ഒരു കണ്ണും കാതും നിങ്ങൾ എന്റെ ജാരന് വേണ്ടി മാറ്റി വെച്ചിരിക്കായിരുന്നില്ലേ? മാളു, താൻ വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. ആ ഒരു പെർട്ടിക്കുലർ ദിവസം ഞാൻ തന്നെ സംശയിച്ചു പോയെന്നുള്ളത് നേരാ. പക്ഷെ ആ ഒരു പേരും പറഞ്ഞ് താൻ എന്നെ ഒരു സംശയ രോഗിയാക്കി ചിത്രീകരിക്കാൻ നോക്കരുത്. ഒരു ദിവസത്തേക്ക് പോയിട്ട് ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും ഭാര്യയെ സംശയിക്കുന്നവൻ സംശയരോഗി തന്നെയാ ഡോക്ടർ. ഭർത്താക്കന്മാരിൽ ചെറിയ സംശയരോഗി, ഇടത്തരം സംശയരോഗി, സാമാന്യം വലിയ സംശയരോഗി, ഏറ്റവും വലിയ സംശയരോഗി, അങ്ങനൊന്നുമില്ല. ഭയക്കുന്നവൻ ഭീരു എന്ന പോലെ സംശയിക്കുന്നവൻ സംശയരോഗി തന്നെയാ. ആ ഗണത്തിൽ എന്റെ ഭർത്താവും പെടും. മാളു, പ്ലീസ്, ഒച്ചയെടുത്ത് നിങ്ങൾ ഇതൊരു സീനാക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്റെ മനസ്സിനെ ഏൽപ്പിച്ച ആ മുറിവിൽ നിന്ന് പുറത്തു വരാൻ എനിക്കിനി സമയം വേണ്ടിവരും. അതുവരെ എന്നൊന്ന് വെറുതെ വിട. മാളു, വളരെ സിൻസിയർ ആയിട്ട് ഞാൻ പറയുക. അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകൾക്കെല്ലാം ഞാൻ ആത്മാർത്ഥമായി സോറി പറയുക. എടോ, പറ്റിപ്പോയി, താനത് വിട്ടേക്ക്. ഇനി ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പ്ലീസ്. വേണ്ട സർ, ഇതുപോലൊരു ക്ഷമാപണം കൊണ്ട് തൃപ്തിപ്പെടുന്നതല്ല എന്റെ മനസ്സ്. കാരണം അത്രയ്ക്ക് ഞാൻ നിങ്ങളെ വിശ്വസിച്ചു പോയതുകൊണ്ടാ, സ്നേഹിച്ചു പോയതുകൊണ്ടാ. ആ വിശ്വാസം നിങ്ങളെ തകർത്തു കളഞ്ഞത്. ഇനി അത് തിരിച്ചു പിടിക്കണമെങ്കിൽ എനിക്ക് സമയം വേണം. ഇന്ന് എന്നെ സംശയിച്ച നിങ്ങൾ നാളെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ സംശയിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ആദ്യം ആ മുറിവ് ഉണങ്ങട്ടെ, എന്നിട്ടാവാൻ ബാക്കി. മാളു, അവരിതുവരെ കാണുന്നില്ലല്ലോ മുരളിയേട്ടാ. സംസാരിക്കാവും. സംസാരിക്കാനുള്ളതൊക്കെ അവർ സംസാരിച്ച് തീർക്കട്ടെ. നമ്മൾ ഇനി അതിൽ ഇടപെടാൻ പോകണ്ട. ആ, മാളുവടെ അവൾ ഇറങ്ങിയില്ലേ? മാളു വരുന്നില്ല എന്ന് പറഞ്ഞു അങ്കിൾ. അവള് വരുന്നില്ലെന്നോ? അതെന്താ അങ്ങനെ? ഇപ്പൊ എന്നോടൊപ്പം വരാൻ മാളുവിന്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്ന്. അതിന്റെ കാരണം എന്താന്ന് അവള് പറഞ്ഞോ? എന്നോട് പറഞ്ഞ കാരണങ്ങൾ എനിക്കത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല. ഇനി എന്നോട് പറയാൻ പറ്റാത്തതായി എന്തെങ്കിലും കാരണങ്ങളുണ്ടോന്ന് അങ്കിള് തന്നെ മോളോട് ചോദിച്ചാൽ മതി. ജോബിൻ നിക്ക്, ഞാൻ അവളോട് സംസാരിക്കാം. വേണ്ട ആന്റി, അങ്ങനെ നിങ്ങളൊക്കെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം മാളു എന്റെ കൂടെ വരാൻ തയ്യാറായ പോരല്ലോ. അങ്ങനെ ഇവിടുന്ന് മാളുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. മമ്മി വളരെ പ്രതീക്ഷയോടുകൂടിയ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മമ്മി മാത്രമല്ല, മാളു എൻ്റെ കൂടെ തിരിച്ചു വരുമെന്ന് ഞാനും നല്ല പ്രതീക്ഷയിലായിരുന്നു. സാരമില്ല, എങ്കിലും അങ്കിളിന് തന്ന വാക്ക് ഞാൻ പാലിച്ചല്ലോ എന്നുള്ള സമാധാനത്തോടെ ഞാൻ പൊയ്ക്കോളാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അതെന്റെ അവിവേകമായിട്ടോ അഹങ്കാരമായിട്ടോ നിങ്ങൾ കരുതരുത്. ഇനി ഒരിക്കലും മാളുവിനെ ഇവിടെ ഒന്ന് കാണാനോ വീട്ടിലേക്ക് ക്ഷണിക്കാനോ ഞാൻ വരില്ല. അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, അത് മാളുവിന്റെ തന്നെ അഭിപ്രായമോ. മനസ്സ് പാകപ്പെടുമ്പോ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കാന്ന മാളു എന്നോട് പറഞ്ഞത്. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ശല്യപ്പെടുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതൊന്നും ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം പറഞ്ഞത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, മാളുവിന് എപ്പോൾ വേണമെങ്കിലും അവിടെ വരാം. ആ വീടിന്റെ വാതിൽ ഒരിക്കലും അവളുടെ മുന്നിൽ അടഞ്ഞു കിടക്കില്ല. ഇപ്പൊ ഇങ്ങനൊരു ഉറപ്പേ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. പോട്ടെ അങ്കിൾ. ഈ പെണ്ണിത് എന്ത് ഭാവിച്ചാ? അവളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. മുരളിയേട്ടാ, വേണ്ട, ഇപ്പൊ അവളോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അങ്ങനെ അവളെ പേടിച്ച് ചോദിക്കാതിരുന്നിട്ട് എന്താ കാര്യം?
എന്തുകൊണ്ട് അവൾക്ക് ജോബിനോടൊപ്പം പോയിക്കൂടാന്നുള്ള അവളോട് എന്നോട് പറയട്ടെ. മുരളിയേട്ടാ വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ഇതേ പറ്റിയൊക്കെ അവളോട് ചോദിക്കാൻ നിന്നാ അവളുടെ വാശിയും ദേഷ്യവും ഒക്കെ കൂടത്തേ ഉള്ളൂ. പിന്നീട് പ്രശ്നം വഷളാവും. അവൾ ആദ്യം ഒന്ന് ശാന്താവട്ടെ, എന്നിട്ട് നമുക്ക് സ്വസ്ഥമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതും മതിന്ന് ഞാനല്ലേ മുരളിയേട്ടാ പറയുന്നത്. പ്ലീസ്. നീ തനിച്ചാണോ? മാളു എവിടെ? മാള് വന്നില്ല. വന്നില്ലെന്നോ? അതെന്താ? നീ പോയി അവളെ വിളിച്ചില്ലേ? ഞാൻ പോയി അവളെ വിളിക്കുകയും ചെയ്തു. പക്ഷെ വരാൻ സൗകര്യപ്പെടില്ല എന്ന് മമ്മിയുടെ മരുമകൾ അറിയിച്ചു. അതാ തനിച്ചു പോകുന്നത്. ജോബിൻ, അവൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതിന് കാരണം വല്ലതും പറഞ്ഞോ? അവളുടെ ഭർത്താവായിരിക്കാനുള്ള യോഗ്യത എനിക്കില്ലാന്ന്. ഇല്ല, നീ വെറുതെ കള്ളം പറയണ്ട ജോബിൻ. മാളു ഒരിക്കലും അങ്ങനൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. അവള് നല്ല കുട്ടിയാ. സത്യം പറ ജോബിൻ, നിന്റെ മുഖത്ത് നോക്കി അവൾ അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞതിന്റെ അർത്ഥം അതായിരുന്നു. അത് നീ വ്യാഖ്യാനിച്ച അർത്ഥം. പക്ഷേ അവൾ അങ്ങനെ ഒരു അർത്ഥം മനസ്സിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. മമ്മിക്ക് ഞാൻ പറയുന്നതാണോ വിശ്വാസം, അതോ മമ്മിയുടെ മരുമകൾ പറയുന്നതോ? എനിക്ക് നീ എന്നോ അവളെന്നോ ഒരു വ്യത്യാസവും ഇല്ല. അവൾ എന്നെന്റെ മരുമകളായി ഈ വീട്ടിൽ കയറി വന്നോ അന്നു മുതൽ നിന്നെയും അവളെയും ഞാൻ ഒരേപോലെ തന്നെയാ കാണുന്നത്. അല്ലാതെ നീ എന്റെ മകനാണെന്നുള്ള കൺസിഡറേഷനോ അവൾ എന്റെ മരുമകളാണെന്നുള്ള വേർതിരിവോ എനിക്കില്ല. നിന്റെ മമ്മിയെക്കുറിച്ച് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെന്നുണ്ടോ? നീ അവിടെ ചെന്ന് പിന്നെയും അവളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാവും അവൾ നിന്റെ കൂടെ വരാത്തത്. സത്യം പറ ജോബിൻ, അതല്ലേ സംഭവിച്ചത്? അങ്ങനെ വിശ്വസിക്കാനാണ് മമ്മിക്ക് താല്പര്യമെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നോക്കൂ മമ്മി, ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കൊന്നുമല്ല. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് മാളുവിനോട് അങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിന്റെ കാര്യകാരണ സഹിതം ഞാൻ മാളുവിനെയും അവളുടെ അച്ഛനെയും അമ്മയും വിശദമായി ബോധിപ്പിച്ചതാ. അങ്കിളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തില് അവളെ കൂട്ടിക്കൊണ്ടു പോരാൻ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത്. എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്ക് ഞാൻ അവളോട് ക്ഷമ പറയുകയും ചെയ്തു. പക്ഷെ എന്നിട്ടും താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള വാശിയിലായിരുന്നു മാളു. അങ്ങനെ പ്രൊജഡിസ് ആയിട്ടുള്ള ഒരാളുടെ കാലിൽ കെട്ടി വീണ്ടും മാപ്പ് അപേക്ഷിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇനി ഒരിക്കൽ കൂടി അവിടെ പോയി നാണം കെടാൻ എനിക്ക് മനസ്സില്ലതാനും. എന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അവിടെ അങ്കിളിനെ ആന്റിയും ധരിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് അവരും അവരുടെ മോളുവാ. അവരും അവരുടെ മോളും. നിനക്ക് എങ്ങനെ തോന്നുന്നു ജോബിൻ ഇങ്ങനെ വേർതിരിവോട് സംസാരിക്കാൻ? അവരുടെ മോള് നിന്റെ ആരാ? മിന്നു കെട്ടിയ പെണ്ണിനെ നിന്റെ നേർപകുതിയായി കാണണമെന്ന വേദപുസ്തകത്തിൽ പോലും പറയുന്നത്. അപ്പോഴാ നിന്റെ വേലി കെട്ടി തിരിച്ചുള്ള സംസാരം. ഇതൊന്നും ശരിയല്ല ജോബിൻ, ഇതൊന്നും ശരിയല്ല. മാളു നിന്റെ ഒപ്പം ഇങ്ങി വരാൻ എഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ അതിന് അവളുടേതായ കാരണങ്ങളുണ്ട്. ആ കാരണമാ ഇന്ന് അവൾ എന്നോട് പറഞ്ഞത്. എന്റെ കൂടെ ജീവിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഇനിയും സമയം ആവശ്യമുണ്ടെന്ന്. അതുവരെ ഈ കാര്യം പറഞ്ഞ് ശല്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലരുതെന്ന്. ഇനി ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കും. പിന്നൊരു കാര്യം, അവിടെ നിന്ന് പറയുന്ന മറുപടി കേട്ട് നാണം കെടാനും വിഷമിക്കാനും നിൽക്കാതിരിക്കുന്നതാ നല്ലത്. ഒന്ന് നിന്നേ. ഇനി എന്താ മമ്മിക്ക് അറിയേണ്ടത്? ഒരു കാര്യം കൂടി അറിഞ്ഞാ കൊള്ളാം. ഇനി അഥവാ അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ എന്താ എന്റെ മോന്റെ തീരുമാനം? അല്ല, അവൾ പറഞ്ഞതിന്റെ വാശിക്ക് അവളും അവളുടെ ഫാമിലിയുമായിട്ട് ഇനി യാതൊരു ബന്ധവും വേണ്ടെന്നാണോ? അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അത് മമ്മിയോടൊന്ന് നേരത്തെ പറഞ്ഞേക്കണം. എനിക്കും ചിലത് തീരുമാനിക്കാനുണ്ട്. അതുകൊണ്ടാ.
എന്നോട് ക്ഷമിക്കണം വി പി. ഇത്രയും നാൾ ഞാൻ വി പിയിൽ നിന്ന് വലിയൊരു രഹസ്യം മറച്ചു വെക്കുകയായിരുന്നു. വി പി അപ്പുവിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ ഇത്രയും നാളും സമർത്ഥമായി വി പിയെ പറ്റിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു. ഇനിയും ഞാനത് വി പിയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാവും. ഇനിയെങ്കിലും എനിക്കത് പറയണം. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം വി പി സമാധാനത്തോടെ കേൾക്കണം. നമ്മുടെ അപ്പു ഇത്രയും നാളും വി പി കരുതുന്നത് പോലെ ഒരു പെൺകുട്ടിയായിരുന്നില്ല. പെൺകുട്ടിയുടെ ശരീരത്തിനുള്ളിൽ അപ്പുവിനൊരു ആൺകുട്ടിയുടെ മനസ്സായിരുന്നു. അതേ വി പി, നമ്മുടെ അപ്പു ഒരു ആൺകുട്ടിയാ. അവളൊരു ട്രാൻസ്ജെൻഡറാ. അപ്പു ഒരു ട്രാൻസ്മാനാ. നോ, never. എന്താ താൻ പറഞ്ഞ? അപ്പു ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നോ? അപ്പു ആൺകുട്ടിയാണെന്നോ? കൊല്ലും ഞാൻ അവളെ. നിന്നെ ഒരു ആൺകുട്ടിയാണ് പറയാതെ. വിട് വി പി. അയ്യോ വേണ്ട വി പി, അരുത് വി പി. എന്തു പറ്റിയതാ? എന്താടോ വല്ല സ്വപ്നം കണ്ട് പേടിച്ചോ താൻ? എന്തോ ഒരു ചീത്ത സ്വപ്നം. സാരമില്ല, പല കാര്യങ്ങളല്ലേ മനസ്സില്. എല്ലാം കൂടി ചിന്തിച്ച് ടെൻഷനായിട്ടാ ഇതുപോലുള്ള ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നു. സാരമില്ലെന്നേ, പ്രാർത്ഥിച്ചിട്ട് കിടന്നോളൂ, ഉറങ്ങിക്കോളും. കിടന്നോ. അച്ഛനെന്താ പെട്ടെന്ന് ഒന്നും വിളിച്ചു പറഞ്ഞതുകൂടിയില്ലല്ലോ? വിളിച്ചു പറയാൻ എന്തിരിക്കുന്നു, നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാലോ. അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നും അല്ല ഈ വരവ്. ഇന്നലെ നമ്മുടെ പറമ്പിൽ നിന്ന് നല്ല മുഴുത്ത വെള്ളരിയും പടവലവും ഒക്കെ കിട്ടി. അവിടെ ആരാ ഇതൊക്കെ കഴിക്കാൻ? ഞങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം മുറിച്ച പകുതിയും അവിടെ ഇരുന്ന് കേടായി പോവുക. അതുപോലല്ലോ ഇവിടെ. നന്ദനും നാടൻ പച്ചക്കറികൾ ഭയങ്കര ഇഷ്ടമല്ലേ. എന്നാ പിന്നെ ഇത് ഇവിടെ തരാമെന്ന് വിചാരിച്ചു. 2 വെള്ളരിയും പടവലം കൊണ്ടുവരാനാണോ അച്ഛൻ ഇത്രയും ദൂരം മെനക്കെട്ട് ഇങ്ങോട്ട് വന്നത്? ആ വണ്ടിക്കാശിന് ഇവിടെ നിന്ന് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി വാങ്ങാറുന്നല്ലോ. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് വാങ്ങുന്ന വിഷം പോലെ അല്ലല്ലോ ഇത്. ഇതിന്റെ രുചിയെ അത് നിനക്ക് അറിയാഞ്ഞിട്ടാ. ഓ പിന്നെ, ഞാൻ ഇതൊന്നും കഴിക്കാതെ കിടക്കുമായിരുന്നല്ലോ അവിടെ. ഇതൊന്നുമല്ല, അച്ഛൻ വേറെന്തോ കാര്യത്തിന് വന്നതാ. എന്താ അച്ഛാ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ്, അവിടെ എന്ത് പ്രശ്നം? അവിടെ ഒരു കുഴപ്പമില്ല. അല്ല, നന്ദൻ ഉണ്ടല്ലോ അകത്ത് അല്ലേ? നന്ദേട്ടനുണ്ട്, സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുക. ആ, എന്തായാലും അവൻ പോകുന്നതിന് മുമ്പ് വരാനായത് കാര്യമായി. അച്ഛാ, അയാൾ പിന്നെ വിളിക്കുകയോ വരികയോ വല്ലതും ചെയ്തോ? ആ, ഇടയ്ക്കൊരു ദിവസം വന്നിരുന്നു. നീ സ്ഥലത്തില്ലെന്ന് അറിഞ്ഞപ്പോ കുറച്ച് മുഷിച്ചിലായെന്ന് തോന്നുന്നു. ഭാഗ്യത്തിന് തെറിവിളിയും പിന്നെ ഉപദ്രവവും ഒന്നും ഉണ്ടായില്ല. വന്ന പോലെ അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ അവൻ ഒരു ഒത്തുതീർപ്പിനൊക്കെ വന്നു. ഒത്തുതീർപ്പിനോ? കൊള്ളാം. എന്നിട്ട് അച്ഛൻ അയാളെ സ്വീകരിച്ചിരുത്തി സംസാരിച്ചോ? ഇല്ലില്ല, അയാൾ നേരിട്ട് വന്നൊന്നുമില്ല. ഒരു മധ്യസ്ഥനെ പറഞ്ഞയച്ചു, അത്ര തന്നെ. ആരെ പറഞ്ഞയച്ചാലും ഇനി ആ മോഹം നടക്കില്ല. അതിനുവേണ്ടി അയാൾ ആരുടെ വക്കാലത്ത് പിടിക്കുകയും വേണ്ട.